ഹായ് കൂട്ടുകാരെ, നമ്മളിന്ന് കാസർഗോഡൻ ഒരു സ്പെഷ്യൽ ഐറ്റമായ ഒറോട്ടി എങ്ങനെ ഉണ്ടാക്കുന്നതാണ് കാണാൻ വേണ്ടി പോകുന്നത്. അതിനായി ആദ്യം 2 നാഴി റേഷനരി എടുക്കുക. അതിലേക്ക് 1 നാഴി പച്ചരി എടുത്തിട്ട് വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. എന്നിട്ട് പിറ്റേ ദിവസം അരച്ചെടുത്തിട്ട് ഇതുപോലെ ഒരു തുണിയിൽ ചുരുട്ടി വെക്കുക. ഈ തുണിയിൽ ചുരുട്ടി വെക്കുന്നത് അതിലുള്ള ഈർപ്പം കളയാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ നന്നായി ചുരുട്ടി വെക്കുക. എന്നിട്ട് കുറച്ചിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത് ഏകദേശം ഒരു 10 മിനിറ്റ് നേരം ഇതുപോലെ തുണിയിൽ ചുരുട്ടി വെക്കുക. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. ഈർപ്പമൊക്കെ വലിച്ചെടുത്തിട്ടുണ്ട് ഈ കോട്ടൺ തുണി. നമുക്കിതൊന്ന് പ്രസ് ചെയ്ത് ഒരു മയം വരുന്ന രീതിയിൽ അരിമാവ് മാറ്റിയെടുക്കാം. ഇതിപ്പോൾ മാവ് റെഡിയായിട്ടുണ്ട്. നമുക്കിതിനൊരു വേറെ പാത്രത്തിലേക്ക് ഇടാം. അത് കഴിഞ്ഞ് നമ്മൾ അടുപ്പിലാട്ടോ ഇത് ഉണ്ടാക്കുന്നത്. അടുപ്പിൽ ഇതുപോലെ ഒരു ചട്ടി, ഞങ്ങളിവിടെ ഇതിനെ ഓടെന്നാണ് പറയുന്നത്. ഓട് ഇതുപോലെ ചൂടാക്കാൻ വെക്കുക. നമ്മൾ ഇതിൽ വെച്ചിട്ടാണ് പരത്തിയെടുക്കുന്നത്. ഇതൊരു തോർത്താണ് കേട്ടോ. കോട്ടൺ തുണി ആയാലും കുഴപ്പമില്ല. ഈ കോട്ടൺ തുണിയിൽ വെച്ചാണ് നമ്മൾ പരത്തിയെടുക്കുന്നത്. ഇനി നമ്മൾ ഇതുപോലെ അരി നല്ല ഉരുണ്ട ബോളാക്കി എടുത്തിട്ട് കൈ കൊണ്ട് തന്നെ പരത്തി എടുക്കുക. ഒരു ചപ്പാത്തിയുടെയൊക്കെ സൈസാണ് ഇതിൻ്റെയും സൈസ്. ഏകദേശം ആ ഒരു സൈസ് ആകുന്നവരെ ഇതുപോലെ വിരൽ കൊണ്ട് നല്ലപോലെ പരത്തി എടുക്കുക. ഇതിപ്പോൾ ഏകദേശം ആയി വരുന്നുണ്ട്. ഇതാട്ടോ ഇതിൻ്റെ ഫൈനൽ ലുക്ക്. നമുക്ക് ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഈ തുണി വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഫൈനൽ ഈർപ്പം കൂടെ ഒന്ന് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ആ ഓട് ഒന്ന് തുടച്ചിട്ട് അതിലേക്ക് ഈ പരത്തി വെച്ച ഒറോട്ടി ചുട്ടെടുക്കാം. ഇതിങ്ങനെ ആദ്യം ഇട്ടിട്ട് ഒരു മിനിറ്റ് ഇതുപോലെ വയ്ക്കുക. എന്നിട്ട് ഒന്ന് തിരിച്ചിടുക. എന്നിട്ട് ഇതേപോലെ ഒരു 1-2 മിനിറ്റ് ഇതുപോലെ പിന്നെയും വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളത് ഓടിൽ നിന്ന് എടുത്തിട്ട് ഇതുപോലെ കനലിൽ വെച്ച് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചപ്പാത്തിയൊക്കെ പൊള്ളി വരുന്ന പോലെ ഇതുപോലെ പൊള്ളി വരും. ഇതിപ്പോൾ ചുട്ടെടുത്ത് വെച്ച ഒറോട്ടികളാണ് കേട്ടോ. ഒറോട്ടി നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. നേരത്തെ നമ്മൾ കനലിൽ വെച്ചാണ് ഒറോട്ടി പൊള്ളിച്ചെടുത്തത്. ഇത് ഓടിൽ വെച്ച് തന്നെ നമ്മളൊന്ന് പൊള്ളിക്കാൻ നോക്കുകയാണ്. ചപ്പാത്തിയൊക്കെ പൊള്ളി വരുന്ന പോലെ തന്നെ നല്ലപോലെ പൊള്ളി വരും. ഇത് ഒന്ന് പൊള്ളി വരുമ്പോൾ തന്നെ ചട്ടയും കൊണ്ട് ഇങ്ങനെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് തൊട്ട് കൊടുത്താൽ നല്ലപോലെ പൊള്ളി വരും. അപ്പോൾ നമ്മുടെ ഒറോട്ടി റെഡി ആയിട്ടുണ്ട്. ഒറോട്ടിയുടെ ബെസ്റ്റ് കോമ്പിനേഷൻ ചിക്കൻ കറിയാണ്. ഒറോട്ടിയും ചിക്കൻ കറിയും കഴിച്ചു നോക്കാം.